Namaste. Welcome to this session. Yes. Okay. So, welcome to this session. I'm BPSC 134. Today, we'll be taking Unit 5. Okay. Unit 5 വളരെ പ്രധാനപ്പെട്ടമായ ടോപ്പിക്കാണത്. ഇതിൽ പുസ്തകത്തിൽ ഉള്ളതും അതിൻ്റെ ഒപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ഡെവലപ്മെൻ്റ് ഉണ്ട്, അതും പറയും. ഓക്കെ. പുസ്തകത്തിലുള്ളത് നിങ്ങൾ വായിക്കുക, ഞാനും പറഞ്ഞുതരാം. പക്ഷേ അതിനൊപ്പം, കാരണം പുസ്തകം ചിലപ്പോൾ 1-2 കൊല്ലം മുമ്പേ പ്രിൻ്റ് ചെയ്തായിരിക്കും. അതിനിടയിൽ പല ഡെവലപ്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ പുസ്തകത്തിലുള്ളതും പറയാം, പക്ഷേ ലേറ്റസ്റ്റും പറയാം. നിങ്ങൾ പുസ്തകത്തിലുള്ളത് മാതിരി ആൻസർ ചെയ്താൽ മതി. പക്ഷേ അറിഞ്ഞിരിക്കണം, യു ഷുഡ് ഹാവ് ഡീപ്പ് നോളേജ് അബൌട്ട് ദ സബ്ജക്റ്റ്. ദാറ്റ് ഈസ് ദ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദിസ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് യൂണിറ്റ് 5 സ്റ്റേറ്റ് സർവീസസ് ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ. വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഇതിൽ പലതും പറയാനുണ്ട്. ഓക്കെ. നോ ഹിയർ ഒന്നാമത് സിഗ്നിഫിക്കൻസ് ഓഫ് എൻ ഇൻഡിപെൻഡന്റ് റിക്രൂട്ട്മെന്റ് ഏജൻസി. ഭരണഘടന പ്രകാരം നമ്മുടെ ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ ഉണ്ടല്ലോ സിവിൽ സർവീസിലെ, അത് UPSC ആണ്, സ്റ്റേറ്റിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഓക്കെ. അത് അപ്പോൾ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസിന് അതിനെപ്പറ്റി പറയുന്നുണ്ട്. കോമ്പോണൻസ് ഓഫ് സിവിൽ സർവീസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. എങ്ങനെയാണ് സ്റ്റേറ്റ് ലെവലിൽ എങ്ങനെയത് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്? ഓരോരോ സ്റ്റേറ്റിൽ ഓരോരോ റൂള് തന്നെ, ബേസിക് റൂൾ സെയിം ആണ്, പക്ഷേ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, ഡിപ്പെൻഡ് അപ്പോൺ ദി സൈസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഡിസിഷൻ ബൈ ദി കൺസേൺഡ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് സിവിൽ സർവീസ്. സിവിൽ സർവീസിലെ പല കാറ്റഗറി ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ടു സ്റ്റേറ്റ് സിവിൽ സർവീസസ്, അതായത് ഈ സിവിൽ സർവീസിൽ ഏത് വിധത്തിലാണ് റിക്രൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രാധാന്യം, ഏത് മെത്തേഡും, അതൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ, ഭരണഘടനാ പ്രകാരം സ്ഥാപിതമായ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. എന്തായാലും ഇപ്പോൾ സെൻട്രൽ UPSC പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ ചെയർമാനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതാണ്, പ്രൊവിഷൻസ് ആണ് ഇതിന്. മനസ്സിലായില്ലേ? അതേമാതിരി മെമ്പേഴ്സിന് ഒക്കെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നത്. അതേ പ്രകാരം സ്റ്റേറ്റിലെ ഗവർണറാണ്. ഓക്കെ. പിന്നെ കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ കമ്മീഷൻ, അതും എങ്ങനെയാണ്, ആരൊക്കെയാണെന്ന്. പിന്നെ അഡ്വൈസറി റോൾ ഓഫ് ദ കമ്മീഷൻ, അത് എന്താണെന്ന് പറയാം. കമ്മീഷൻസ് വർക്കിംഗ്, അതും പറയാം. അപ്പോൾ ഇതാണ് യൂണിറ്റ് 5 അതിൻ്റെ ആദ്യത്തെ ഇതിൽ മെയിൻ കണ്ടൻസ് ഇതാണ്. അപ്പോൾ അത് നമ്മളെ വിശദീകരിച്ച് പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി ഇൻട്രൊഡക്ഷൻ. ദ ഫ്രേസ് സ്റ്റേറ്റ് സർവീസസ്. State services refers to the civil service. സ്റ്റേറ്റ് സർവീസും ഇവിടെ ഇതിനു മുമ്പേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന് ആണ് ജോബാണ് പെർമനന്റ് ജോബ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അയാളെ പെർമനന്റ് ആണ്. അവരെല്ലാം റെഗുലർ സർവീസാണ്. പെർമനന്റ് സർവീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിലോ സെൻട്രൽ ഗവൺമെന്റിലോ ആണ്. അല്ലാണ്ട് നമ്മൾ പറയും പെർമനന്റ് തന്നെ ആയിരിക്കും പ്രൈവറ്റില്, പക്ഷേ അത് റെഗുലർ അപ്പോയിന്റ്മെന്റ് ആണ്. അവര് റെഗുലറാണ് എന്നാണ്. പെർമനന്റ് എന്ന് പറഞ്ഞാൽ അത് സെൻട്രലിലും സ്റ്റേറ്റിനും വരുന്നതാണ് സിവിൽ സർവീസിൽ. ഓക്കെ. നോ, കാരണം പെർമനന്റ് അത്ര എളുപ്പത്തിലാവില്ല, സ്റ്റേറ്റിലും ആവില്ല, സെൻട്രലിലും ആവില്ല. എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് പെർമനന്റ് ആവും. പണ്ടൊരു കാലത്ത് ഡിപ്പാർട്ട്മെന്റ് അറ്റമൈൻ ചെയ്തില്ല, 20 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരാളെ പെർമനന്റ് ആക്കിയായിരുന്നു. ഇപ്പോൾ അത് കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറെ ചിലപ്പോൾ 3, 4, 5 കൊല്ലത്തിനുള്ളിൽ ആവുന്നുണ്ട്. എന്തുകൊണ്ടാവുന്നില്ല? കാരണം നിങ്ങളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യും. കാരണം ഒരാളെ പെർമനന്റ് ആക്കിയാൽ അതിനുശേഷം പിരിച്ചുവിടാൻ അത്ര എളുപ്പമല്ല. വളരെ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ട് വേണം ഒരാളെ പെർമനന്റ് ആക്കാൻ. പെർമനന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ പിരിച്ചുവിടാൻ പല സർവീസ് റൂൾസും നോക്കിയതിന്റെ ശേഷം മാത്രമേ പിരിച്ചുവിടാൻ. പിന്നെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗവൺമെന്റിൽ ഇപ്പോൾ റെയിൽവേയിലായിക്കോട്ടെ,
വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, പോഷൻ ടെലിഗ്രാഫ് ആയിക്കോട്ടെ, അത് ആദ്യമൊക്കെ നമ്മൾ പിന്നെ പ്രൊബേഷണറി അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡിലായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ പെർഫോമൻസ്, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഇതെല്ലാം അസസ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ലെറ്റർ കിട്ടൂ പെർമനന്റ് കേട്ടോ. നോ സോ സ്റ്റേറ്റിൽ സെൻട്രലാണ് ഇത്. പിന്നെ ദി എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ഓഫ് സിവിൽ സർവീസ് കൺസെപ്റ്റ് ഈസ് മെറിറ്റ് സിസ്റ്റം. പിന്നെ ഇവിടെ ഞാൻ അല്പം സമയം എടുക്കട്ടെ. നോക്കൂ, സെൻട്രൽ ഗവൺമെന്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. കാരണം ഇത് എളുപ്പത്തിൽ മറ്റുള്ള മാതിരിയുള്ള ഇതല്ല. നിങ്ങളെ പുസ്തകത്തിലുള്ളത് മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് നോളജ് കിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അതായത് ഈ സർവീസ് സെൻട്രലായിക്കോട്ടെ സ്റ്റേറ്റിലായിക്കോട്ടെ നമ്മൾ റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതായത് ഒരുവിധ സമ്മർദ്ദത്തിനും വഴങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ UPSC വളരെ ഇന്നും അതിൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പല അനോമലിയും വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അത് ശരിയല്ല. കാരണം ഇന്ത്യ മഹാരാജ്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ റൈറ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കും അപ്ലൈ ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷേ ഡിസേർവിങ് ആളുകളെ മാത്രമേ അവർക്ക് ആ പോസ്റ്റ് കൊടുക്കാൻ പറ്റൂ. അല്ലാതെ ബാക്ക്ഡോർ ആയിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്നത് ഇൻജസ്റ്റിസ് ആണ്. ഇനി ഒരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ പറയാം. ഐ വാസ് ഹാൻഡ്ലിങ്. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ പറയാൻ വേണ്ടിയിട്ടാണ്. when I was the HR manager of a central government organization in northern India, nearly 29 years, I was in HR and handling recruitment, training, all these things till my voluntary retirement. I got an opportunity to recruit many engineers, officers, deputy managers, so many, because I was member secretary, head of the department, and many other, okay. Without, unless I sign, the minutes will not be approved by the chairman managing director, who is appointed by the Prime Minister of India. Public sector undertaking CMD, chairman managing director, appoint ചെയ്യുന്നത് കമ്മിറ്റിയാണ്, ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. അപ്പം നമ്മളെ വളരെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റിന് അത് എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇന്ന് അങ്ങനെയല്ല നടക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ അപ്ലൈ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ 20,000, 30,000, 40,000 ആപ്ലിക്കേഷൻ വരും. ഇപ്പം ഞാനൊക്കെ ഉള്ള സമയത്ത് എനിക്കത് അറിയാമായിരുന്നു. സോ അതെല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പോൾ പല സംഗതികൾ നോക്കേണ്ടതുണ്ട്. ഏജ് അതിന് ഓവറാണോ, ക്വാളിഫിക്കേഷൻ ഓവറാണോ, ലെസ് ക്വാളിഫിക്കേഷൻ ആണോ, SC ST റിസർവേഷൻ, ഇതൊക്കെ നമ്മൾ നോക്കണം. അതെല്ലാം ഗവൺമെന്റ് ഡയറക്ഷൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇനി പറയാൻ പോകുന്നത്, ഞാൻ കാരണം ഇത് നീട്ടി പോകുന്നില്ല, പറയാൻ പോകുന്നത് ഈ റിട്ടൺ ടെസ്റ്റ് നടത്തല്ലോ. പല ടെസ്റ്റും ഉണ്ട് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ട്രേഡ് തിയറി ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, ജനറൽ നോളജ് ടെസ്റ്റ്. ആ ടെസ്റ്റ് അതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഇനി റിട്ടൺ ടെസ്റ്റിൽ പാസ്സായ നിങ്ങൾ പാസ്സായി അല്ലെങ്കിൽ ജോലി കിട്ടി എന്ന് വിചാരിക്കരുത് ഒരിക്കലും. പേഴ്സണൽ ഇന്റർവ്യൂ വിൽ ബി ഫോളോ ഔട്ട്. ഈ പേഴ്സണൽ ഇന്റർവ്യൂവില് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് പോയിട്ട് കിട്ടില്ല. പേഴ്സണൽ ഇന്റർവ്യൂ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ, അത് സിവിൽ സർവീസിലും അതങ്ങനെ തന്നെയാണ്. നിങ്ങൾ കെയർലെസ് ആയിട്ട് പോയിട്ടുണ്ടെന്നെങ്കിൽ ഒരാൾക്കും ഒരു ജോലിയും കിട്ടില്ല. കാരണം പേഴ്സണൽ ഇന്റർവ്യൂവിലാണ് ഇന്ററാക്ഷൻ. നിങ്ങളുടെ നോളജ് അസസ് ചെയ്യുന്നതും കംപ്ലീറ്റ്. മറ്റുള്ളതൊരു സ്റ്റീരിയോ ടൈപ്പ് റിട്ടൺ ടെസ്റ്റും അതേമാതിരി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പേഴ്സണൽ ഇന്റർവ്യൂവില് വളരെ വാല്യുബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കുക. അവർക്ക് പെട്ടെന്ന് നിങ്ങളെ അസസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ ബെസ്റ്റ് മാൻ വിൽ ബി സെലക്ടഡ് ബൈ ദ ബോർഡ്. ആരാണ് ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ബോർഡ് വെച്ചാൽ. ഇനി വേറൊരു കാര്യം, ഞാനൊക്കെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ സെലക്ഷൻ ബോർഡിലെ അതായത് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് അവർ ചെയർമാൻ ആയിരിക്കും. പക്ഷേ അവിഭാജ്യ ഘടകമാണ് ഞാൻ മെമ്പർ സെക്രട്ടറി ആയിരിക്കും. കാരണം HR ഇല്ലാതെ പരിപാടി റിക്രൂട്ട്മെന്റ് നടക്കില്ല. അപ്പൊ അങ്ങനെ ഞാൻ എന്തുകൊണ്ടത് പറയണമെന്ന് വെച്ചാൽ മറ്റുള്ളവരുണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ എല്ലാവരും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ പറയാനുള്ളത് എന്താണ് അറിയോ,
വെൻ വി കണ്ടക്ട് ആ ഇന്റർവ്യൂ നടക്കുമ്പോൾ, അതായത് റിട്ടേൺ ടെസ്റ്റ് അതിന് മുമ്പേ കണ്ടക്ട് ചെയ്യുന്ന അതിൽ പാസ്സായവർ മാത്രമല്ല പേഴ്സണൽ ഇന്റർവ്യൂവിന് വിളിക്കൂ. പേഴ്സണൽ ഇന്റർവ്യൂവിൽ അവിടെ നമ്മൾ ഈ ഇത് കഴിഞ്ഞ ഉടനെ അപ്പം തന്നെ നമ്മൾ അവിടുന്ന് തന്നെ സെലക്ട് ചെയ്യും. അതായത് നമ്മൾ റൂമിൽ നിന്ന് പുറത്ത് പോണതിൻ്റെ മുമ്പേ തന്നെ സെലക്ഷൻ ഫൈനലൈസ്ഡ്. കാരണം അപ്പോഴേക്ക് തന്നെ മിനിറ്റ്സ് പ്രൈവറ്റ് സെക്രട്ടറി കൊണ്ടുവരും, അതെല്ലാവരും സൈൻ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയാണ് അതിൻ്റെ കൺക്ലൂഷൻ, ഇങ്ങനെയാണ്. ഇതായിരിക്കണം based on the performance in the written test and his experience, qualification as prescribed in the advertisement, and performance in the personal interview. The committee decided to, അതായത് ഈ ആളെ ഇന്ന ആളെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഫസ്റ്റ് സോ ആൻഡ് സോ, 2 ഇന്നാള്, 3 പാനല്. അതായത് ഈ 2 പേരും ജോയിൻ ചെയ്തില്ലെങ്കിൽ എത്ര പോസ്റ്റ് ഉണ്ടോ അത്ര, അതിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ പാനലിലുള്ള ആളുകളെ എടുക്കും. അപ്പോൾ അവരുടെ ബേസിക് പേ, ചിലർക്ക് ബേസിക് കൂടുതൽ കൊടുക്കേണ്ടി വരും, സർവീസ് കൂടുതലായിരിക്കും. അപ്പോൾ ബേസിക് പേ ഇതെല്ലാം വരും. ഇത് കഴിഞ്ഞിട്ട് എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും സൈൻ ചെയ്യും. സൈൻ ചെയ്ത HR സൈൻ ചെയ്യും. പിന്നെ ഈ പേപ്പർ എന്ന് വെച്ചാൽ ഈ ക്യാബിൽ നിന്ന് പുറത്തു പോകുമ്പോഴേക്ക് എല്ലാ സെലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും ആ കമ്മിറ്റി. പിന്നെ ആകെയുള്ള ഒരു ഡ്യൂട്ടി ഉടനടി ഒരു കവറിനുള്ളിൽ ഇട്ടിട്ട് അത് ചെയർമാന് കൊടുക്കുന്നു. ചെയർമാൻ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് സൈൻ ചെയ്യണു, തിരിച്ചു വരുന്നു. ദെൻ വി ആർ ഇഷ്യൂയിങ് ദ ലെറ്റർ ടു ദ സെലക്ടഡ് പേഴ്സൺ. മനസ്സിലായോ? ഒരു വിധത്തിലും ഒരു ഇതും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. During my entire service, when I was handling the recruitment in the central government, I never entertained any recommendation from anybody. Only merit basis. I am not bothered about whether which state he is coming or whatever is coming. No. അത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിൻ്റെയാണ്. എല്ലാ ഇന്ത്യക്കാർക്കും, ലക്ഷദ്വീപ് ആയിക്കോട്ടെ ആരൊക്കെ ആയിക്കോട്ടെ, ഈക്വലി അവരെല്ലാം എലിജിബിൾ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഈക്വൽ നമ്മളിത് കൊടുത്ത് ആരാണ് മെറിറ്റിൽ വന്ന റിട്ടേൺ ടെസ്റ്റ് ഇതൊക്കെ അവർക്കാണ് നമ്മൾ കൊടുക്കൂ. ഒരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസോ യാതൊന്നും ഐ നെവർ എക്സ്പീരിയൻസ് എക്സെപ്റ്റ് 2 ചെറിയൊരു കാര്യത്തിൽ ഇതൊന്നും. ഒരു MP then who was the chief minister, then afterwards he became the president of India. അദ്ദേഹത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞത്, we will keep this application in the active file എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആക്റ്റീവ് ഫയൽ എന്ന് പറഞ്ഞാൽ എടുക്കില്ല, അവിടെ കൊണ്ടിടും, ഫയലിൽ എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ അവരിത് പറഞ്ഞിട്ട് അവർ റെക്കമെൻഡ് ചെയ്യേണ്ട പോകും. അത് കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടത് നമ്മളായിരിക്കും. കാരണം ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല. എന്നാണ് വന്നത്, അതിൽ ഓവറേജ് ആണോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് ത്രൂ പോസ്റ്റലാണോ വന്നിരിക്കണേ, ആ കവർ പോലും അറ്റാച്ച് ചെയ്യണം. കവറ് പോസ്റ്റൽ വന്ന കവർ പോലും അറ്റാച്ച് ചെയ്യണം, നമ്പർ ഇടണം, സീരിയൽ നമ്പർ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ പോസ്റ്റൽ ഓർഡർ വേണം. ഇപ്പോൾ റെക്കമെൻഡേഷൻ ലെറ്ററിൽ പോസ്റ്റൽ ഓർഡർ ഒന്നും ഇല്ല ചിലപ്പോഴേ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മളെ അഴിയെണ്ണും, ചാർജ് ഷീറ്റ് ഇഷ്യൂ നമ്മുടെ പേരിൽ. അപ്പോൾ യു വിൽ ബി സർപ്രൈസ്. ഒരു റെക്കമെൻഡേഷനും നമ്മുടെ അടുത്ത് ആകെ 2 ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, 2 റിജക്ട് ചെയ്തു ഞാൻ. അങ്ങനെ ഒന്നാമത് എൻ്റെ അടുത്ത് വരില്ല ഒരാൾ റെക്കമെൻഡേഷൻ കൊണ്ട്, ആരായിക്കോട്ടെ, ഒരു റിലേഷൻ ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് എനിബഡി, അവർക്ക് അറിയാൻ ചെയ്യില്ല എന്ന്. കാരണം എന്താ അറിയോ, ചെയ്താൽ ഇൻജസ്റ്റിസ് ആണ്. കാരണം ഡിസേർവിങ് ആളുകൾക്ക് ജോലി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. മനസ്സിലായോ? മറ്റുള്ളവർ എന്തോ ചെയ്യണമെന്ന് നമുക്കറിയേണ്ട ആവശ്യമില്ല. വാട്ട് യു ആർ ബോതർഡ് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് സത്യസന്ധതയോട് കൂടി ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. കാരണം നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുന്ന ദിവസം തലേ ദിവസം ചിലപ്പോൾ ചാർജ് ഷീറ്റ് വരിക. നമ്മൾ ടെർമിനേറ്റ് അല്ല, മറ്റേ VRSO അല്ലെങ്കിൽ റിട്ടയർമെന്റിന്റെ തലേ ദിവസം ചിലപ്പോൾ ചാർജ് ഷീറ്റ് വരും. ചാർജ് ഷീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റിൽമെന്റും ഉണ്ടാവില്ല. ആ മാറ്റർ ക്ലോസ് ചെയ്താലാണ്ട് 10 പൈസ ഓർഗനൈസേഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ റിക്രൂട്ട്മെന്റിൽ വളരെ 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 ജാഗ്രത സെൻട്രൽ ഗവൺമെന്റ് കാണിക്കുക. പിന്നെ എ പോസ്റ്റ് വിച്ച് ഈസ് റിസർവ് ഫോർ SC, അത് ST കൊണ്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. SC ഫോർ SC, ST ഫോർ ST, OBC ഫോർ OBC, ഫിസിക്കലി മറ്റുള്ള ഇതാണെന്ന് വെച്ചാൽ അവർക്ക്. അതിലൊക്കെ കാറ്റഗറി ഉണ്ട്. ചെവി കേൾക്കാത്തവർക്ക് 1%, കണ്ണ് കാണാത്തവർക്ക് 1%, അങ്ങനെ പല ഇത് സംസാരിക്കാൻ വയ്യാത്തൊരു 1%, അതൊക്കെ പാലിക്കണം. ഇല്ലെങ്കിൽ
അത് ഒഫൻസാണ്. അത് ദാറ്റ് ഈസ് കാൾഡ് പ്രസിഡൻഷ്യൽ റോസ്റ്ററാണ്, റോസ്റ്റർ സിസ്റ്റമാണത്. ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. മനസ്സിലായില്ലേ? അത്തരത്തിൽ ചെയ്യണം. ഇതാണ് സെൻട്രൽ ഗവൺമെന്റ് സ്ഥിതി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ, നിയർലി 29 years, when I was handling this, I can proudly say that never I experienced ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ വേറെ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ട് റിക്രൂട്ട്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റും ഞാൻ അനുഭവിച്ചിട്ടില്ല. എത്രയോ റിക്രൂട്ട്മെന്റ് ത്രൂ ഔട്ട് ഇന്ത്യ അഡ്വർടൈസ്. സേ വൺ മോർ തിങ്, സെൻട്രൽ ഗവൺമെന്റിലോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ വേക്കൻസി ഉണ്ടെങ്കിൽ എല്ലാ ന്യൂസ് പേപ്പറിലും കൊടുക്കണം, ലീഡിങ് ന്യൂസ് പേപ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെന്റ് ന്യൂസിലും കൊടുക്കണം. കാരണം അത് പബ്ലിക്കാണ്. അപ്പൊ എല്ലാവർക്കും എലിജിബിൾ ആണ്. പിന്നെ യു ഹാവ് ടു ഗിവ് 5 days എക്സ്ട്രാ ടു ദ പേഴ്സൺ അപ്ലിക്കൻസ് ഫോർ ലക്ഷദ്വീപിലും മറ്റേ അന്തമാൻ നിക്കോബാറിലും താമസിക്കുന്ന ആളുകൾക്ക് 5 ദിവസം എക്സ്ട്രാ കൊടുക്കണം. കാരണം ഈ പോസ്റ്റലിന്റെ ഒക്കെ ഡിലേ വരും. അപ്പൊ അങ്ങനെയൊക്കെ ചില നിബന്ധനകൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആക്കണം. പിന്നെ സ്റ്റേറ്റ് ലെവൽ റിക്രൂട്ട്മെന്റ് ഏജൻസി പബ്ലിക് സർവീസ് കമ്മീഷനാണ്, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ്. പക്ഷെ ഇവിടെ പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് എന്തായിരിക്കണം, എന്താണ് ചെയ്യുന്നത് അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, ഒരു റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആളെങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. അതിനുള്ള ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് ഐ ഹാൻഡിൽഡ് മെനി ഡിക്കേഡ്സ്. സോ പക്ഷെ ഇതുവരെ ഒരു ഇൻജസ്റ്റിസ് ഒരാൾക്ക് ചെയ്ത ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. റിക്രൂട്ട്മെന്റ് അങ്ങനെ ആയിരിക്കണം. കാരണം ഇത് പബ്ലിക്കാണ്. പബ്ലിക്കാ പറഞ്ഞാൽ എല്ലാവരും എലിജിബിൾ ആണ് ഈക്വലി. നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും ഈക്വലി കോമ്പറ്റന്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ പറയുന്നത് വേറൊരു കാര്യം, സിവിൽ സർവീസ് കാരിയറെ, അതായത് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇറ്റ് ഡിസ്റ്റിംഗ്വിഷ് ഫ്രം മിലിറ്ററി സർവീസ്. മിലിറ്ററി സർവീസ് ഡിഫറെന്റ് ആണ്, സിവിൽ സർവീസ് ഡിഫറെന്റ് ആണ്. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ സിവിൽ സർവീസ് കൺസെപ്റ്റ് മെറിറ്റ്, ഞാൻ പറഞ്ഞു മെറിറ്റ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മെറിറ്റ് ബാക്കി പറയുന്നില്ല. മെറിറ്റ് സെലക്ഷനിൽ മെറിറ്റ് ആയിക്കൊള്ളണം. അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ വേണം. കോമ്പറ്റീഷനിൽ ജയിച്ചേ പറ്റൂ. അതായത് അതിൽ നിങ്ങൾക്ക്, അതാണ് ഞാൻ പറയുന്നത്, ഈ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ചിലർക്ക് കൊടുത്തിട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ ഓരോ സ്ഥലത്തൊക്കെ. അതല്ല, ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സീക്രട്ട് ആയിട്ട് വെക്കണം. ഞങ്ങളൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയണോ? വി വർ ഹാവിങ് നമ്മുടെ ബാങ്കിലെ ലോക്കറില്ലേ, അതേമാതിരിയുള്ള ഫയർ പ്രൂഫ് ക്യാബിനറ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കും. ലോക്കർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുണ്ട്. അതിൽ ആ പരീക്ഷയുടെ ഒരു 5 മിനിറ്റ് മുമ്പേ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കൂ, എന്നിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ. ഒരു വിധത്തിലും ലീക്കാവില്ല. അപ്പോൾ കാരണം നമുക്ക് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്നെഫിഷ്യൻസിയാണത്. ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് വേറെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളായിരിക്കും. കാരണം ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നല്ലേ ചെയ്യുക, ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് നിന്നല്ലേ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിക്കേണ്ടത് ഞാനാണ്, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റേറ്റ് ലെവൽ റിക്രൂട്ട്മെന്റ് ഏജൻസി പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ് ഓരോരോ സ്റ്റേറ്റിലെ. അപ്പോൾ അത് നമ്മൾ ഓർക്കുക. അപ്പോൾ മിലിറ്ററി സർവീസും സർവീസ് റൂൾസും ഡിഫറെന്റ് ആണ്. ഇതൊരു ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിലെ നാട്ടുകാരെ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. പക്ഷേ പൊതുവെ കാരണം ഇതൊരു ലേശം ഒരു ടൈം എടുക്കുന്നതാണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ പറഞ്ഞാൽ ഇന്നത്തെ സ്ഥിതി വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. എന്താ കാരണം വെച്ചാൽ ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്. ബിക്കോസ് പാടില്ല, ഇത്തരത്തിൽ പാടില്ല എന്ന് പറഞ്ഞാൽ, കാരണം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ പല 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 പാർട്ടീസ് ഉണ്ടാവും. ഈ പാർട്ടിയിൽ നിന്നൊക്കെ നോമിനി ഉണ്ടാവും ഈ പബ്ലിക് സർവീസ് കമ്മീഷനിൽ. They are not even educated sometimes. So to satisfy this alliance, what happens? They will, ഈ പാർട്ടിയിൽ നിന്ന് ഒരാള്, ആ പാർട്ടിയിൽ നിന്ന് ഒരാള്, ഈ പാർട്ടിയിൽ നിന്ന് ഒരാള്, അങ്ങനെ കൊണ്ട് തള്ളിടും. എന്തിനാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ? ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ടു ദി അൺഎംപ്ലോയിഡ് യൂത്ത്, not for providing employment for political nominees. Remember, ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കേണ്ടതാണ് കടമ പബ്ലിക് സർവീസ് കമ്മീഷന്റെ. അതല്ലാതെ എവിടെ കിടക്കുന്ന ആൾക്ക്, രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾക്ക് ജോലി കൊടുക്കാനുള്ള ചുമതല ടാക്സ് പേയേഴ്സിന് ഇല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഓരോരോ പാർട്ടിയിൽ നിന്നാണ് ഓരോരുത്തർ നോമിനേറ്റ് ചെയ്യുന്നത്. അവർ ക്വാളിഫൈഡ് അല്ല.
അവർക്ക് പരിജ്ഞാനമില്ല പലർക്കും. അത് സാരമായി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ ബാധിക്കുന്നുണ്ട്. ഇനി ഒരു ഉദാഹരണം, ഇതൊന്നും പുസ്തകത്തില്ല, ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഇതൊക്കെ പ്രാക്ടിക്കൽ തിങ്സ് യു ഷുഡ് നോ. തിയറി പ്ലസ് പ്രാക്ടിക്കൽ ഈസ് യു ആർ കോമ്പറ്റന്റ്. ഇവിടെ വേറൊരു കാര്യം കൂടി പറയാം. എല്ലാ സ്റ്റേറ്റിലും 5 ആള് 6 ആള് ഒരു നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചിലപ്പോൾ 5, 6. നമ്മുടെ ഉത്തർപ്രദേശ്, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഈസ് ഹാവിംഗ് ഓൺലി 6 members in the Public Service Commission. Maharashtra 5, Tamil Nadu 5, Kerala 20. ചെറിയ ഒരു സ്റ്റേറ്റിലെ 20. ബാക്കി പറയണ്ടല്ലോ. കാരണം ഇപ്പോൾ 15 പാർട്ടി ഉണ്ടെങ്കിൽ 15 പാർട്ടിയുടെ ഓരോ നോമിനി. അത് വളരെ വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയാണ്. എന്താ കാരണം, ഇവർക്കൊക്കെ 2 ലക്ഷത്തിന് മീതെ ശമ്പളം കൊടുക്കണം, കാറും കൊടുക്കണം. ടെനർ ഈസ് ഫിക്സ്. 5 കൊല്ലം വരെ അവർക്ക് സുഖമായിട്ട് പിന്നെ നടക്കാം. പക്ഷേ വാട്ട് ദേ ആർ ഡൂയിങ് നോബഡി നോസ്. എന്താ ചെയ്യണമെന്ന് പോലും ആർക്കും അറിയില്ല. കാരണം ഒന്നാമത് ചെയ്യാനുള്ള കഴിവില്ല. വിദ്യാഭ്യാസം അത്ര എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ഞാൻ വിദ്യാഭ്യാസം ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ? അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നടത്തണം എന്ന് വെച്ചാൽ എബിലിറ്റി ടു കൺട്രോൾ ദി സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, എവറിഥിങ് ഇറ്റ് ഈസ് റിക്വയർഡ്. എ പോളിസി ഡിസിഷൻ ഈസ് ടു ബി ടേക്കൺ. അത്ര കോമ്പറ്റൻ്റ് ആയ ആളുകൾ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം ഓരോരോ സ്റ്റേറ്റിലും. അപ്പോൾ പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ സംടൈംസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, instead of giving employment to our unemployed youth, we are providing employment to this type of people. That is the other problem. With huge liability to the taxpayer. 2 ലക്ഷം 2.5 ലക്ഷം. അത് മാത്രമല്ല, ട്രാജഡി. After completion of 5 year or 6 year or whatever is there, they are eligible for pension till end of their life. ബാക്കി പറയണ്ടല്ലോ. They are eligible to for pension till end of their life. അവരുടെ മരണത്തിന് ശേഷം ഭാര്യ. ഓർക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മിനിമം ആണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യേണ്ടത്. അതാണ്. അപ്പോൾ ഈ സെലക്ഷൻ ചെയ്യുമ്പോഴത്തെ അവിടെ രാഷ്ട്രീയത്തിന് കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാടില്ല. ആ മെറിറ്റിൽ മാത്രം നമ്മൾ നോക്കണം. അങ്ങനെയാണ് ഓരോ സ്റ്റേറ്റും ചെയ്യേണ്ടത്. ദി ബേസിക് പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഫോർ ദി എലിജിബിൾ കാൻഡിഡേറ്റ് after administering the rigorous test or whatever is there. Okay, അപ്പോൾ അതാണ് ഇവിടെ പറയാം. പിന്നെ വേറൊരു കാര്യം, ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ ഞാൻ പറഞ്ഞല്ലോ, അതിലെ മെമ്പേഴ്സിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ഇതിലെ ഇവർക്ക് അഡ്വൈസറി റോളാണ്. ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം പബ്ലിക് സർവീസ് കമ്മീഷൻ ഇല്ല. അവർ വേഗം ഗവൺമെന്റിലേക്ക് റെഫർ ചെയ്യും. ഗവൺമെന്റാണ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യുക. ചില സമയത്ത് ഇവർ റെക്കമെൻഡ് ചെയ്ത ആളുകളെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള അധികാരമൊന്നുമില്ല. അതൊന്നും പറയാനുള്ള അധികാരമില്ല കേട്ടോ. ഗവൺമെന്റാണ് തീരുമാനിക്കണം അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് ലിസ്റ്റ് ആക്കി. അതാണ് റാങ്ക് ലിസ്റ്റ്. അപ്പൊ ഇവിടെ കാണാമല്ലോ 3 കൊല്ലം 4 കൊല്ലമൊക്കെയാണ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ എൻ്റെ അർത്ഥം സെലക്ഷൻ കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടില്ലല്ലോ. അതല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഇവര് അഡ്വൈസറി ടൈപ്പാണ് ഇവരുടെ. ഓക്കെ, ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് എൻ ഇൻഡിപെൻഡന്റ് റിക്രൂട്ട്മെന്റ് ഏജൻസി പറഞ്ഞു. അതായത് നമ്മുടെ സിവിൽ സർവീസിന്റെ ആൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, PSC, മറ്റേ UPSC, ഇതൊക്കെ അല്ലേ. നീഡ് ഫോർ എ കമ്മീഷൻ. ഇവിടെ ഇവിടെ ഒന്ന് ഞാൻ ഇതിനും കൂടി പറയട്ടെ. ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ പറയാനുള്ളത്. ഇത് പുസ്തകത്തിലില്ലാത്തൊരു കാര്യം. നോക്കൂ, ഇവിടെ നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ പല സ്റ്റേറ്റിലും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അതായത് എല്ലാവരും അപ്ലൈ ചെയ്യും. ഉത്തർപ്രദേശില് ഒരു പിയുടെ പോസ്റ്റിന് 24 ലക്ഷം ആളുകളായിട്ട് അപ്ലൈ, അതായത് 5 or 6 പിയുടെ പോസ്റ്റിന് 24 ലക്ഷം ആളുകളായിട്ടാണ്. അതിൽ 18 ലക്ഷത്തിന് മീൻ എന്തായാലും ഉണ്ട്. അതില് അനവധി PhD, അനവധി പോസ്റ്റ് ഗ്രാജുവേറ്റ്, തൗസൻഡ്സ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. എന്താ ക്വാളിഫിക്കേഷൻ ചോദിച്ചറിയോ? 5ാം ക്ലാസ്സും സൈക്ലിങ്ങും ആണ് ചോദിച്ചത്. പക്ഷേ several lakhs students attended, including many 350 PhD. ഏതാ 5ാം ക്ലാസ് ഇതിന്. അപ്പൊ ഇവിടെ ഞാൻ ഇത് പറയാൻ കാരണമുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ഒരു ഇൻസിഡന്റ് പറയാം. ഇത് മിഞ്ഞാന്നത്താണ് 18/8 in Kerala. വുമൺ പോലീസ് ഫോഴ്സ്
406 ആളെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ പോലീസ് ഫോഴ്സിൽ ജോയിൻ ചെയ്തു. അവരുടെ ട്രെയിനിങ് അത് വളരെ റിഗറസ് ട്രെയിനിങ് ആണ്. ഫോറസ്റ്റ് ക്ലൈംബിങ്, അത് ഇത് ചാട്ടമോട്ടം ഇതെല്ലാം കഴിഞ്ഞിട്ട്. ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താ അറിയോ? ചോദിച്ചത് എത്ര അറിയോ? പബ്ലിക് സർവീസ് കമ്മീഷൻ +2, അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി ആണ് ക്വാളിഫിക്കേഷൻ. എടുത്ത ആളുകളുടെ ഇത് കേൾക്കണം. ക്വാളിഫിക്കേഷൻ MCA 2, MBA 6, MTech 7, BTech 59, 25 വയസ്സിൽ താഴെ 41 ആള്. കല്യാണം കഴിച്ച പെൺകുട്ടികളെ 280. ഇത് വുമൺ ഫോഴ്സ് ആണ് കേട്ടോ. 280 കല്യാണം കഴിച്ചവർ. ഗവൺമെന്റ് സർവീസ് എന്ന് അപ്ലൈ ചെയ്ത, ഹയർ പോസ്റ്റ് അപ്ലൈ ചെയ്ത് 18 പേര്. പോസ്റ്റ് ഗ്രാജുവേറ്റ് 50 പേര്. B.Ed 50 പേര്. ഏതാ 406 പോസ്റ്റിന് +2 നിങ്ങൾ അഡ്വർടൈസ് ചെയ്തിട്ട് എടുത്തത് MBA, MCA, MTech, BTech, അതേമാതിരി B.Ed, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അതോടുകൂടി ഞാൻ ഇത് തീർക്കാം. അപ്പോൾ ഈ +2കാർ എവിടെ പോകും? ഞാനൊക്കെ റിക്രൂട്ട്മെന്റ് പറയുമ്പോൾ, സെൻട്രൽ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് ഓവർ ക്വാളിഫൈഡ് എന്നതും വി വിൽ നോട്ട് കൺസിഡർ. 10ാം ക്ലാസ് എലിജിബിലിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 5ാം ക്ലാസ് കൊണ്ട് നിങ്ങൾ PhD അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 5ാം ക്ലാസ്സുകാരൻ എവിടെ പോകും? അതല്ലേ, അതെന്തുകൊണ്ട് ഓർക്കുന്നില്ല? എല്ലാവർക്കും PhD എടുക്കാനോ ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ലല്ലോ. പാവങ്ങളുണ്ടല്ലേ, അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത ഈക്വാലിറ്റി എന്താണുള്ളത്? അതായത് ഇപ്പോൾ നമ്മൾ ബാങ്കിങ്ങിൽ നോക്കിക്കോളൂ, MTechഉം BTechഉം MPhil ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. ആകെ നമ്മൾ BCom വേണ്ടു. പക്ഷേ ഒരു കാര്യം ഓർത്തോളൂ, ഞാൻ when I was handling recruitment, there was clear-cut instruction from the government that ആ ക്വാളിഫിക്കേഷൻ ആ അഡ്വർടൈസ്മെന്റ് പ്രകാരത്തിലല്ലാതെ ഒരാൾ എടുക്കാൻ പാടില്ല. ആ ഓവർ ക്വാളിഫിക്കേഷൻ പാടില്ല, ലെസ് ക്വാളിഫിക്കേഷൻ പാടില്ല, ഏജും അതേമാതിരി. പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എല്ലായിടത്തും, ഇതിപ്പോ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അത് അല്ലാണ്ട് ഒരു സ്റ്റേറ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പോ റീസെന്റ് ആയിട്ടാണ് ഉത്തർപ്രദേശിൽ ഞാൻ കണ്ടതാണ്, ഒരു പത്രത്തിൽ കണ്ടതാണ്. ഇത് പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കൂ, മനസാക്ഷിയോട് ചോദിക്കൂ. അതായത് 5ാം ക്ലാസ്സിൽ പാസ്സായ ഒരാള് സൈക്ലിങ് മാത്രം അറിയാം, ഒരു പോസ്റ്റ്മാനോ അല്ലെങ്കിൽ വേറെ സ്വീപ്പറോ, നിങ്ങൾ PhDക്കാരും MPhilഉം MTechഉം BTechഉം അപ്ലൈ ചെയ്ത് അവരെടുത്താൽ ഈ പാവങ്ങൾ എവിടെ പോകും? എന്തുകൊണ്ടോ ആലോചിക്കുന്നില്ലത്? അപ്പൊ ഞങ്ങള് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എല്ലായിടത്തും സ്ഥിതി. അത് ഈ അജണ്ട ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. നാളെ 21 വയസ്സ് അല്ലെങ്കിൽ 28 വയസ്സ്, അതിന് നിങ്ങൾ 30 ആക്കില്ലേ? അതായത് ഇപ്പൊ നമ്മൾ ഓരോ പരീക്ഷ എഴുതാനുള്ള എത്ര വയസ്സെന്നുണ്ട്. അത് ഇപ്പൊ 25 ആഴ്ച, നാളെ നിങ്ങൾ 30 ആക്കില്ലേ? പിന്നെ എന്താ ഇപ്പൊ ഇതിന്റെ സാങ്സിറ്റി എന്താണ്? അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, തിങ്ക് ഓവർ ഇറ്റ്. എന്റെ ഒരു ഇത് മാത്രം ഞാൻ പറഞ്ഞു തരുള്ളൂ. പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓവർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മളെ ഓവർ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ഫയൽ വയ്ക്കും. എടുക്കില്ല, ഒരിക്കലും എടുക്കില്ല ഓവർ ക്വാളിഫിക്കേഷൻ. ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താ അറിയോ? ഫണ്ടമെന്റൽ തിങ് വേർ ദീസ് പീപ്പിൾ വിൽ ഗോ. 10ാം ക്ലാസ്, 5ാം ക്ലാസ്, 12ാം ക്ലാസ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ പോലീസുകാരുടെ, ഈ സ്ത്രീകളുടെ, അവരുടെ +2 ആണ്. അതിനാണ് MTech. അതോ അവരുടെ ട്രെയിനിങ് വിഗറസ് ആണ്. മൗണ്ടൻ ക്ലൈംബിങ്, ഇതൊക്കെയാണ് കംപ്ലീറ്റ്. അത് സ്പോർട്സ്, ഹൈറ്റ്, ഇത് ഹൈ ജമ്പ് ചാടണം, ഇതിലൊക്കെ ഉണ്ട്. സ്ത്രീകൾ എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെയാണ്. അപ്പൊ ഈ പാവങ്ങൾ +2കാരെ എവിടെ പോകും? അതാണ് എന്റെ സ്ഥിതി. നിങ്ങൾ ആലോചിച്ചോളൂ, ശരിയാണോ തെറ്റാണോ കേട്ടോ, ഞാൻ പറയില്ല. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, യെസ്, നീഡ് ഫോർ കോമൺ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അത് അതാ നീഡ് ഫോർ കമ്മീഷൻ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ പോരെ? പബ്ലിക് സർവീസ് കമ്മീഷൻ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത് ഗവർണറാണ്. പിന്നെ ഫിക്സഡ് പീരിയഡ് ഉണ്ട് അവർക്ക്, അവരുടെ ഡ്യൂട്ടി ഉണ്ട്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ
ഇത് ഭരണഘടന പ്രകാരമുള്ളതാണ്. പിന്നെ കോമ്പോണൻസ് ഓഫ് സിവിൽ സർവീസ് ഉണ്ട്. ഇത് ആൾ ഇന്ത്യ സർവീസാണ്. UP ഒരു 3-4 വിധമുണ്ട്. ഒന്ന് ആൾ ഇന്ത്യ സർവീസ്, UPSC. നമ്മുടെ കലക്ടർ, IAS, IPS, IFS ഇതെല്ലാം ആൾ ഇന്ത്യ സർവീസാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആൾ ഇന്ത്യ സർവീസാണ്. ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസ് ആണ്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, എഞ്ചിനീയറിംഗ് സർവീസ്, ഇതെല്ലാം അതാണ്. പിന്നെ സ്റ്റേറ്റ് സർവീസ്. സ്റ്റേറ്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിലേക്ക് ഡെപ്യൂട്ടേഷനൊക്കെ വരുന്ന അതും സിവിൽ സർവൻ്റ് ആണ്. UPSCയിലെ നമ്മുടെ സെലക്ഷൻ കഴിയുമ്പോൾ നിന്ന കേഡർ ഇത്ര, കേരള കേഡർ, വെസ്റ്റ് ബംഗാൾ കേഡർ, ഈ UP കേഡർ, യൂണിയൻ ടെറിട്ടറി കേഡർ പറഞ്ഞിട്ട് ഇങ്ങനെ അലോട്ട് ചെയ്യും. മനസ്സിലായോ? ഇവിടെ UPSCയുടെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാൻ പോകുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ടോട്ടൽ 800 വേക്കൻസിയാണ് IAS ആണ് വേണ്ടത് വെച്ചാൽ അവർ 800 ആളെ മാത്രമേ എടുക്കൂ. 801 എടുക്കില്ല, പാനലിൽ വെക്കില്ല. അതാണ് ട്രാൻസ്പെറൻറ്റ് റിക്രൂട്ട്മെന്റ്. അല്ലാതെ 800 ആളെ എടുക്കേണ്ടടുത്ത് 900 ആളെ എടുക്കില്ല. പിന്നെ വരുന്ന വേക്കൻസി അടുത്ത പ്രാവശ്യം. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് സർവീസ് ഉണ്ട്, ഞാൻ പറയില്ല. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഞാൻ പറഞ്ഞില്ല സ്റ്റേറ്റ് സർവീസ്. ഓക്കെ. ഇനി അപ്പോൾ ഓർക്കണേ, ആൾ ഇന്ത്യ സർവീസും സ്റ്റേറ്റ് സർവീസും തമ്മിൽ ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. നോക്കൂ, അവിടുന്ന് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ട് പോകും. സ്റ്റേറ്റ് എന്ന ഡെപ്യൂട്ടേഷനിലെ അങ്ങോട്ട് പോകും. എന്താ കാരണം വെച്ചാൽ സ്റ്റേറ്റിൽ ഒരു IAS ഓഫീസർ വന്നാൽ 3 കൊല്ലം സെൻട്രലിൽ വർക്ക് ചെയ്യണമെന്ന് ഇതുണ്ട്, റൂളുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകും. അത് IPSനും അതേമാതിരിയാണ്. അപ്പോൾ ഇന്റർ റിലേഷൻ എക്സിസ്റ്റ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിവിൽ സർവന്റിന്റെ പേരിൽ ആക്ഷൻ എടുക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനില്ല. സസ്പെൻഷനോ ഡിസ്മിസലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. കാരണം അവരെ അപ്പോയിന്റിങ് അതോറിറ്റി അവിടെ നിന്നാണ്. ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്യാനേ പറ്റൂ. സസ്പെൻഷൻ ഇതൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് അവർ മാത്രമാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അതേമാതിരി ടെർമിനേഷനോ അല്ല അതൊന്നും അത്തരത്തിലുള്ള ഡിസിപ്ലിനറി മാറ്റേഴ്സ് അൾട്ടിമേറ്റ് അതോറിറ്റീസ് സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ ആൾ ഇന്ത്യ സർവീസ്. പിന്നെ സ്റ്റേറ്റ് സർവീസ്, ഞാൻ ഇപ്പൊ ഈ സ്റ്റേറ്റ് സർവീസിൽ നോക്കിക്കോളൂ. നമ്മുടെ ആൾ ഇന്ത്യ സർവീസ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദ സ്റ്റേറ്റ് സർവീസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോരോ സ്റ്റേറ്റിൽ എത്ര IAS ഓഫീസർ വേണം എന്ന് അല്ലെങ്കിൽ IPS ഓഫീസർ വേണം ഫിക്സ് ചെയ്തിട്ട് ഇവിടുത്തെ റിക്വയർമെന്റ് അങ്ങോട്ട് അറിയിക്കുക. അതനുസരിച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സിവിൽ സർവീസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ക്ലാസിഫിക്കേഷൻ ആൾ ഇന്ത്യ സർവീസ് പറഞ്ഞു. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതില് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C ഉണ്ട്. നോക്കൂ, ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C ഗസറ്റഡ്. ഗ്രൂപ്പ് A പറഞ്ഞാൽ എന്താണ് അറിയോ? ഈ ഇതിലെ പല സർവീസുകൾ ഗ്രൂപ്പ് A എന്ന് പറഞ്ഞാൽ IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ ബോർഡ് സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, പോസ്റ്റൽ സർവീസ്, ഓക്കെ, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസ്, ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ്, ഇതെല്ലാം വരുന്നത് ഗ്രൂപ്പ് A സർവീസിലാണ്. പണ്ട് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നായിരുന്നു. ഇപ്പൊ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D ആണ്. അപ്പോ Aയുടെ കാര്യം പറഞ്ഞു. ഇനി B ഗ്രൂപ്പ്. B ഗ്രൂപ്പിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ്, ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സിവിൽ സർവീസ്, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സെൻട്രൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സർവീസ്, എഞ്ചിനീയറിംഗ് സർവീസസ്, സെൻട്രൽ എക്സൈസ്, സെൻട്രൽ ഹെൽത്ത് സർവീസ്, പവർ എഞ്ചിനീയറിംഗ് സർവീസ്, ഇതേമാതിരിയുള്ളതാണ് ഗ്രൂപ്പ് B. ഇനി ഗ്രൂപ്പ് C, ക്ലറിക്കൽ ഇൻ മിനിസ്ട്രീസ്, ക്ലറിക്കൽ പോസ്റ്റ്, പിന്നെ അതേമാതിരി ഡിപ്പാർട്ട്മെന്റിലുള്ള ക്ലറിക്കൽ പോസ്റ്റ് എന്തൊക്കെ ഉണ്ട്, അതേമാതിരി ഉള്ളതൊക്കെയാണ് ഗ്രൂപ്പ് C. ഇനി ഗ്രൂപ്പ് D ഉണ്ട്. D എന്ന് പറയുന്നത് മെയിൻ്റനൻസ്, ലേബർ, അതായത് നമ്മുടെ ചെറിയ പോസ്റ്റ് ചിലത് അല്ലേ, അതായത് ലേബേഴ്സും മറ്റേ മെയിൻ്റനൻസും ക്ലീനിങ്ങും അതൊക്കെ ഉണ്ടല്ലോ, അതാണ് ഗ്രൂപ്പ് D. ഇവരുടെ എല്ലാം പേ ഈസ് ഡിസൈഡഡ് ബൈ ദി കമ്മിറ്റി കാൾഡ് സെൻട്രൽ പേ കമ്മീഷൻ. ശമ്പളം ഇവരുടെ സ്കെയിൽ തീരുമാനിക്കുന്നത് സെൻട്രൽ പേ കമ്മീഷനാണ്. ചിലപ്പോൾ 5 കൊല്ലം 10 കൊല്ലത്തിനുള്ള കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് പറ്റില്ല, കാരണം ഹെവി ഓബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് A, B, C, D ഒക്കെ പറഞ്ഞു ഞാൻ. ഇനി ഗസറ്റഡ്, നോൺ ഗസറ്റഡ്. ഗസറ്റഡ് അറിയാലോ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ അതായത് the system of classification employed for the state service places them. സ്റ്റേറ്റിലുണ്ട് ഗസറ്റഡ്, സെൻട്രൽ ഗവൺമെന്റിലും ഗസറ്റഡ് ഉണ്ട്. 2 കാറ്റഗറി ഉണ്ട്. ഗസറ്റഡ് ഗവൺമെന്റ് സർവന്റ് ഈസ് വൺ ഹു അപ്പോയിന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, റിട്ടയർമെന്റ്, ഇതൊക്കെ
ആർ അനൗൺഡ് ബൈ ഇവരുടെ ഈ ഗസറ്റഡ് ഓഫീസിൽ റാങ്കിൽ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം, നോട്ടിഫൈ ചെയ്യണം. അപ്പോ ഗസറ്റഡ് റാങ്കിലുള്ള ആള് ഒരു ഓഫീസിന്റെ ഇൻചാർജ് ആയിരിക്കും, സൂപ്പർവൈസർ ഇതായിരിക്കും, ഡയറക്ടറിയൽ നേച്ചർ ആയിരിക്കും. പിന്നെ ഗ്രൂപ്പ് ബി സർവീസസ് എല്ലാവരും ഗ്രൂപ്പ് ബിയിലുള്ളത് ഗസറ്റഡ് റാങ്കിലുള്ളതല്ല. ഹൗവർ ഗ്രൂപ്പ് ബി സർവീസസ് ആൾ ആർ നോട്ട് ഗസറ്റഡ്. ഫോർ എക്സാമ്പിൾ, പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ, ഹെഡ് ക്ലർക്ക്, സെക്ഷൻ ഹെഡ്, അവരൊന്നും ഗസറ്റഡ് അല്ല കേട്ടോ, ഗസറ്റഡ് അല്ല. ഇനി ഫീച്ചേഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് സിവിൽ സർവീസ് ആൻഡ് അതർ തിങ്സ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഫീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ്. ഇവിടെ പറയാനുള്ളത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ പറഞ്ഞ SPCL, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, SPSC. അവർ ഓൺലി റെക്കമെൻഡേഷൻ ആണ് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് ഗവൺമെന്റ് ആണ്. ശ്രദ്ധിക്കണം. നൗ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇത് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് വയസ്സിന്റെ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന്റെ ഉള്ള ആൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടൂ. ജനുവരി 1-ാം തീയതിക്ക് ഇത്ര ആയിരിക്കണം വയസ്സ്, അല്ലെങ്കിൽ ഓവർ ഏജ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 1, അത് നോക്കേണ്ട ഇവരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. 2, ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST ചിലപ്പോൾ 5 വയസ്സ് അവർക്ക് കൂടുതൽ SC STക്ക്, അതും ശ്രദ്ധിക്കണം. OBC മറ്റേതൊക്കെ ഉണ്ടല്ലോ, അതെന്താണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. പിന്നെ റിക്രൂട്ട്മെന്റ് ഈസ് മെയ്ഡ് ത്രൂ ഓപ്പൺ കോമ്പറ്റീഷൻ നടത്തിക്കൊള്ളണം. മനസ്സിലായല്ലോ? അതിലായ ഏറ്റവും നല്ല പിന്നെ ആളുകളെ മെറിറ്റിലാണ് എടുക്കാൻ പാടൂ. എക്സാമിനേഷൻ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദി പബ്ലിക് സർവീസ് കമ്മീഷൻ. വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും, പേപ്പർ ലീക്ക് ആവരുത്, വളരെ സിസ്റ്റമാറ്റിക് വേ ആയിരിക്കണം. ഓക്കെ. പിന്നെ വേക്കൻസി, പിന്നെ അഡ്വർടൈസ് ചെയ്ത വേക്കൻസിയുടെ ആളെ എടുക്കാൻ പാടൂ, അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാവും. നിങ്ങളെ 15 പോസ്റ്റിന് അപ്ലൈ ചെയ്തു, 16ാമത്തെ പോസ്റ്റ് 16 ആളെ എടുത്തു വിചാരിക്കുക, പെടും. എന്താ കാരണം അറിയോ? SC ST OBCയുടെ റിസർവേഷൻ ഉണ്ട്. അടുത്ത പോസ്റ്റ് ചിലപ്പോൾ SCക്ക് കൊടുക്കേണ്ടായിരിക്കും, അത് നിങ്ങൾ ജനറൽ ഫില്ലപ്പ് ചെയ്താലോ. അപ്പോ എന്ത് അഡ്വർടൈസ്മെന്റിൽ മെൻഷൻ ചെയ്തോ അതേ പ്രകാരം മാത്രമേ എടുക്കാൻ പാടൂ. ബാക്കി കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എത്ര പോസ്റ്റ് ഉണ്ടോ അത്ര എടുക്കാൻ പാടൂ. അല്ലാണ്ട് അയ്യോ ഇനി അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഇനിയിപ്പോൾ അടുത്തും അഡ്വർടൈസ്മെന്റ് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ നോക്കൂ, പബ്ലിക് സർവീസ് കമ്മീഷൻ ഇവിടെ 18 ലക്ഷമാണ് ഓരോ സ്റ്റേറ്റിലെ അപ്ലിക്കേഷൻ വരുന്നത്. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, എടുക്കണ പകരം 25 ആൾ എടുക്കണ പകരം 50 ഫ്യൂച്ചറിലാണ് എടുക്കാന്ന് പറഞ്ഞ് എടുക്കാൻ പാടില്ല. കാരണം എക്സസ് പാടില്ല. എക്സസ് ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അത് ഈ റിസർവേഷൻ പോളിസി ഒക്കെ ഫോളോ ചെയ്യണം. അവിടെ എങ്ങനെ എടുത്തു? പോസ്റ്റ് ഇല്ലാത്തവിടത്ത് എവിടെ നിന്ന് എടുത്ത്? മറ്റേതെങ്ങനെ രണ്ടും കൂടി എങ്ങനെ കമ്പൈൻ ചെയ്തെന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ നിയമം പാലിക്കണം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യെസ്, മിനിമം ക്വാളിഫിക്കേഷൻ വളരെ മിനിമം ക്വാളിഫിക്കേഷൻ വേണം. ഏത് പോസ്റ്റിനും നിങ്ങൾക്ക് ഇത് എന്താ പറയണ്ടേ, ക്വാളിഫിക്കേഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതില്ലാതെ നിങ്ങൾ എടുക്കരുത്. പിന്നെ ഇതിലെ കമ്പാഷനേറ്റ് ഗ്രേഡ്, ഒരാളെ ഭർത്താവ് മരിച്ച ഭാര്യ എടുക്കുമ്പോൾ ചിലപ്പോൾ അതേമാതിരിയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. പക്ഷെ അതനുസരിച്ചിട്ടുള്ള വേറെ ചെറിയ പോസ്റ്റൊക്കെ കമ്പാഷനേറ്റ് ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഭർത്താവ് മരിക്കുകയോ ഒക്കെ മരിച്ചാൽ ഡിപ്പെൻഡൻസ് കൊടുക്കുമ്പോൾ ചില സമയത്ത് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഒക്കെ ചിലപ്പോൾ കൺസിഡറേഷൻ ഒക്കെ ചില സമയത്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണം. ഓക്കെ. പിന്നെ ടെസ്റ്റുകൾ അറിയാലോ, പല വിധത്തിലുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ഉണ്ട്, ഈ ടെസ്റ്റ് ഉണ്ട്. ഓരോരോ പോസ്റ്റിനനുസരിച്ചുള്ളതാണ് ടെസ്റ്റ്. റിട്ടൺ ടെസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അതാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഉണ്ട്. പിന്നെ എങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് അത് പിന്നെ ഭരണഘടന 316, 320, 321, 323 ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര ആളെ വെക്കണം, കോമ്പോസിഷൻ എങ്ങനെയായിരിക്കണം, അവരുടെ ഫങ്ഷൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൽ കേട്ടോ. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചില സമയത്ത് നമ്മുടെ ഗവൺമെന്റ് കൺസൾട്ട് ചെയ്യും പബ്ലിക് സർവീസ് കമ്മീഷനെ. ഇന്ന പോസ്റ്റ് എന്നൊക്കെ ഫില്ലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് എത്ര ആളെ പെൻഡിങ് ഉണ്ട്, അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കണം, അവരുടെ എപ്പോഴാണ് മെച്യൂർ ചെയ്യണമെന്ന്, ടെനർ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അവിടുന്ന് അഡ്വൈസ് കൊടുക്കാം. പബ്ലിക് സർവീസ് കമ്മീഷന്റെ അഡ്വൈസ് കൊടുക്കാം. കാരണം ചിലരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ. പിന്നെ ഡിസിപ്ലിനറി മാറ്റേഴ്സ്, ഓക്കെ, ഗവൺമെന്റിന്റെ അതൊക്കെ ചില പബ്ലിക് സർവീസ് കമ്മീഷനും കൂടി കൺസൾട്ട് ചെയ്യണം. ഡിസിപ്ലിനറി മാറ്റേഴ്സിന്റെ ആ സമയത്ത് കേട്ടോ, അവരെയും കൂടി അഡ്വൈസ് എടുക്കണം സിവിൽ സർവീസിലെ. ഇനി അഡ്വൈസറി റോൾ ഞാൻ ആൾറെഡി പറഞ്ഞു. നമുക്ക് അഡ്വൈസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. അപ്പോയിന്റിങ് അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്.
പിന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ദ കമ്മീഷൻ വളരെ ഇൻഡിപെൻഡന്റ് ആണ്. മറ്റുള്ളവരുടെ ബാഹ്യ സമ്മർദ്ദം പാടില്ല. സ്റ്റേറ്റിലുണ്ട്, പാടില്ല. UPSC ബാഹ്യ സമ്മർദ്ദം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? UGC നെറ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? CBSE കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും മിലിറ്ററി NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ കോഴ്സ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ ഇതിലെങ്ങനെ കേൾക്കുന്നത്? അപ്പൊ അത് ഗവൺമെന്റ് തീരുമാനിക്കണം. ഓക്കെ. പിന്നെ ഔട്ട്സൈഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കമ്മീഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഭരണഘടന ഇതിനെപ്പറ്റി പറയുന്നത്. അത് പാലിക്കണം. അതാണ് ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞത്. ഓക്കെ. പിന്നെ എന്തുകൊണ്ട് മറ്റുള്ളത് എങ്ങനെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു, എന്തുകൊണ്ട് സ്റ്റേറ്റിൽ ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ വരുന്നു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പലരെയും പ്ലീസ് ചെയ്യാനും പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഒക്കെയാണ് അവിടെയാണ് പ്രശ്നം വരുന്നത്. ഡിസർവിങ് ആളുകൾക്ക് കിട്ടുന്നില്ല. അവർ ജോബ് PSC ഡ്യൂട്ടി ഈസ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഫോർ ദ അൺഎംപ്ലോയ്ഡ് യൂത്ത്, നോട്ട് ഫോർ ഗിവിംഗ് എംപ്ലോയ്മെന്റ് ടു ദി ഡാഷ് ഡാഷ് ഡാഷ്. പറയുന്നത് ഐ ഹോപ്പ് യു വിൽ ടേക്ക് സീരിയസ്ലി. ഓക്കെ. പിന്നെ സാലറി ഇതെല്ലാം ഫിക്സ് ചെയ്തത് ഇതിലൊക്കെ റൂൾ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇവരെ മെമ്പേഴ്സിനെ അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഗവർണറെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് റിമൂവ് ചെയ്യാൻ പറ്റൂ. ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പേഴ്സിന് റിമൂവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ. പിന്നെ അതൊന്ന്. പിന്നെ അത് കമ്മീഷന്റെ വർക്കിംഗ്, പിന്നെ അതിനെ പറ്റിയിട്ടാണ്, കമ്മീഷൻ എങ്ങനെ വർക്ക് ചെയ്യണം അതിനെ പറ്റിയിട്ടാണ്. ആ ജസ്റ്റ് ഒന്ന് പേപ്പർ ഇതൊന്ന് വായിക്കൂ. പിന്നെ ഏത് വിധത്തിൽ, അതായത് നോക്കൂ, ഈ മെമ്പേഴ്സ്, ഒഫീഷ്യൽ കാറ്റഗറി, അതേമാതിരി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പ്രൊവിഷൻ, നിങ്ങൾ ഏത് വിധത്തിൽ നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, എന്തെല്ലാം ഓബ്ലിഗേഷൻസ് ഉണ്ട്, പിന്നെ പരീക്ഷകൾ എങ്ങനെ കണ്ടക്ട് ചെയ്യേണ്ടത്, പിന്നെ ഇന്റിഗ്രിറ്റി, സത്യസന്ധത, അതാണ് വേണ്ടത്. ഇന്റിഗ്രിറ്റി, ഒരു വിധത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യരുത്. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, ന്യൂട്രൽ ആയിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം. ദാറ്റ് ഈസ് കാൾഡ് ഇന്റിഗ്രിറ്റി. ഓക്കെ. നൗ conclusion. The performance of multifarious staff, regulatory and development nature of the state level has necessitated that large and well organized civil service. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലും പല പല സ്റ്റേറ്റുകളും, 28 സ്റ്റേറ്റിലും 9 യൂണിയൻ ടെറിട്ടറിയിലൊക്കെ, യൂണിയൻ ടെറിട്ടറി സെൻട്രലിന്റെ ആണ് കേട്ടോ, മറ്റേത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ പറയുന്നത് വളരെ വൈഡ് ആണ്. അപ്പൊ ഇത് വളരെയധികം നന്നായിട്ട് they have to play an effective role. പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ ജനങ്ങളുടെ എംപ്ലോയ്മെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. അടുത്ത to rid civil service administration politics, പറഞ്ഞു കഴിഞ്ഞു, രാഷ്ട്രീയം പാടില്ല. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ്, രാഷ്ട്രീയം ഉണ്ട്, അതാണ് നമ്മളെ അവതാളത്തിലാക്കുന്നത്, അതാണ് വലിയ പ്രശ്നം. ഇറ്റ് ഈസ്. അപ്പൊ ഞാനും ചോദിക്കട്ടെ, എന്തുകൊണ്ട് സെൻട്രൽ അങ്ങനെ സംഭവിക്കുന്നില്ല? UPSC എന്തുകൊണ്ട് പറ്റുന്നില്ല? മനസ്സിലായോ എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അപ്പൊ ഇത് നമ്മളെ രാഷ്ട്രീയപരമായി നോക്കുമ്പോഴാണ് ഈ ചില സമയത്ത് പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഇസ് എസെൻഷ്യൽ. എന്താണ് റിക്വയർമെന്റ്, അതാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. പിന്നെ ടാസ്ക് എൻട്രസ്റ്റഡ് ടു ഇമ്പാർഷ്യൽ ഏജൻസി, അതായത് നമ്മുടെ PSC UPSC എൻഷുർ ദാറ്റ് ഇറ്റ് മേ ഫംഗ്ഷൻ വിത്ത്. ഒരാളെയും പേടിക്കണ്ട, ഒരാളെ ഫേവർ ചെയ്യും വേണ്ട, ഒരാളുടെ ഇൻഫ്ലുവൻസും പാടില്ല. ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ചെയ്താൽ കുടുങ്ങുന്നതെന്ന് നിങ്ങളായിരിക്കും. കാരണം നിങ്ങളുടെ ജോബ് നിയമപ്രകാരം പ്രവർത്തിക്കലാണ്. അവരുടെ ഇത് കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അവസാനം കുടുങ്ങുന്നത് നിങ്ങളായിരിക്കും. പോരെ. അടുത്തത് യൂണിറ്റ് 6, പ്ലാനിംഗ് ബോർഡ്, പ്ലാനിംഗ് സിസ്റ്റം. ഓക്കെ. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, പ്ലാനിംഗ് സിസ്റ്റം, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, പെർഫോമൻസ് ഓഫ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഇൻ സെലക്ടഡ് സ്റ്റേറ്റ്സ്. ഓരോ സ്റ്റേറ്റിലും പ്ലാനിംഗ് ബോർഡ് ഉണ്ട്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലുണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്, ഇപ്പൊ നിതി ആയോഗ് അയക്കണു. സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻസ്, അതിനെപ്പറ്റി പെർഫോമൻസ്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഓക്കെ. നൗ ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ടു പ്ലാൻ ദ നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാനേ പ്ലാനിങ് ആവശ്യമാണല്ലോ. അതായത് പെർസ്പെക്റ്റീവ് പ്ലാൻ, ലോങ് നമ്മുടെ പ്ലാൻ വേണം. അതുകൊണ്ടാണ് ഇന്ത്യ ഈ ലെവലെത്തിയത്. അല്ലെങ്കിൽ നമ്മുടെ ശ്രീലങ്കയുടെ സ്ഥിതിയോ, സോമാലിയെ, സുഡാനോ, അതേമാതിരി പാലസ്തീനോ അതേമാതിരി സ്ഥിതിയോ, അല്ലെങ്കിൽ ദ ലോങ് നമ്മുടെ പ്ലാൻ, പെർസ്പെക്റ്റീവ് പ്ലാൻ. നമ്മുടെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷം നമ്മൾ പ്ലാനിങ് കമ്മീഷൻ, ഇപ്പൊ നിതി ആയോഗ് ഒക്കെ ഉണ്ട്, വളരെ നല്ല പ്ലാനിങ്ങിനോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് എല്ലായിടത്തും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ GDP, അതേമാതിരിയുള്ള പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എസ്റ്റാബ്ലിഷ്മെന്റ്, നമ്മൾ പലവിധ എല്ലാ ഏരിയയിലും നമ്മുടെ
നമ്മൾ വികസിച്ചിട്ടുണ്ട്. ഫാസ്റ്റ് എക്സ്പാൻഡിങ് ഇതാണ്, നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇൻ ദ വേൾഡ്, വൺ ഓഫ് ദ ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എക്കോണമിക്ക് വളരെയധികം സ്ട്രോങ് ആണ്, അതിൻ്റെ സ്റ്റെബിലിറ്റിൻ്റെ അതൊക്കെ അതിൻ്റെ കാരണം പ്ലാനിങ് ആണ്. ഓക്കെ, ദി സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ സിറ്റിസൺ ത്രൂ എ വെറൈറ്റി ഓഫ് സോഷ്യൽ, ജനങ്ങളൊക്കെ അത് എങ്ങനെയാണ് ഇത് ഡെവലപ്മെന്റ് ചെയ്യുക പ്ലാനിങ്ങിൽ, പാവങ്ങളെ അവരുടേത് എക്കണോമിക് കണ്ടീഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാധാന്യം, അതായത് ഗവൺമെന്റ് എന്തെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതിൻ്റെ റോള് അവർ ചെയ്യുക. ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ജോബ് ചെയ്യുക. പിന്നെ പ്ലാനിങ് ഇസ് മെൻഷൻ ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്. പ്ലാനിങ് സ്റ്റേറ്റ് ലിസ്റ്റിലും അല്ല, നമ്മുടെ സെൻട്രൽ ലിസ്റ്റിലും അല്ല, കൺകറന്റ് ലിസ്റ്റ്. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിലും വേണം, സെൻട്രൽ ഗവൺമെന്റിലും വേണം. പോരെ, പ്ലാനിങ് സ്റ്റേറ്റ് ഗവൺമെന്റിലും വേണം, സെൻട്രൽ ഗവൺമെന്റിലും. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് ആണ് പ്ലാനിങ്. ശ്രദ്ധിക്കുക, കൺകറന്റ് ലിസ്റ്റ് ഇന്നലെ പറഞ്ഞു അതെന്താണെന്ന്. പ്ലാനിങ് സ്റ്റേറ്റിലും വേണം, സെൻട്രലിലും വേണം. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിലും പാടില്ല, യൂണിയൻ ലിസ്റ്റിലും പാടില്ല. അപ്പൊ കൺകറന്റ് ലിസ്റ്റ്. ദെർഫോർ പ്ലാന്റ് ഡെവലപ്മെന്റ് ത്രൂ സിസ്റ്റമാറ്റിക് ഫോർമുലേഷൻ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് എവാലുവേഷൻ. പിന്നെ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അത് ഇടയ്ക്ക് എവാലുവേറ്റ് ചെയ്യണം. ഇത് നമ്മുടെ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ. ഉത്തരവാദിത്വം സെൻട്രലിനും സ്റ്റേറ്റിനും ഉണ്ട് ഓരോ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇയർ പ്ലാൻ, സെക്കൻഡ് ഇയർ, ഓരോരോ പ്ലാനും ഓരോന്നിനും മുൻഗണന കൊടുത്തിട്ടുണ്ട്. പണ്ട് പോവർട്ടി ഇറാഡിക്കേഷൻ, വിദ്യാഭ്യാസ നിലവാരം കൂട്ടുക, എഡ്യൂക്കേഷണൽ പോപ്പുലേഷൻ കൺട്രോൾ, പിന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അപ്പോൾ ഓരോന്നും ഓരോരോ ഇതുണ്ട്, അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ പ്ലാനിംഗ് പ്രോസസ് ദ ഫോളോയിങ് ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. നിതി ആയോഗ്. ഓക്കെ, നിതി ആയോഗ് ഉണ്ട് നമ്മുടെ പ്ലാനിങ്. നിതി ആയോഗ് ആരാണ് നോക്കൂ. പിന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉണ്ട്, നമ്മുടെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഉണ്ട്. നിതി ആയോഗ് സെൻട്രലാണ്, അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ, പിന്നെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. സ്റ്റേറ്റ് പ്ലാനിംഗ് അവർ ഡെപ്യൂട്ടി ചെയർമാന് ക്യാബിനറ്റ് റാങ്കിലാണ്, മിനിസ്റ്ററുടെ ഇത് സ്റ്റേറ്റിൽ പ്ലാനിംഗ് ബോർഡ് ഉണ്ട്, ഡിസ്ട്രിക്റ്റിലുണ്ട് പ്ലാനിംഗ്. ഡിസ്ട്രിക്റ്റിൽ കലക്ടറാണ് ഇതിൻ്റെ ഇത്. ഏജൻസി സപ്പോർട്ടഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. ഓക്കെ, ഇനി പ്ലാനിംഗ് സിസ്റ്റം, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉണ്ട് ഇതിൽ കേട്ടോ. പ്ലാനിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പറയാണ്ടോ നോക്കട്ടെ ഞാൻ. പ്ലാനിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എങ്ങനെയാണ്, എന്തെല്ലാം ചെയ്യണം, അതൊക്കെ ചീഫ് മിനിസ്റ്ററോട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഓരോ സ്റ്റേറ്റിന്റെ പ്ലാനിങ് എന്തൊക്കെയാണെന്ന്. അതായത് കാർഷിക അഗ്രികൾച്ചറൽ എന്തൊക്കെയാണ് വേണ്ടത്, വിദ്യാഭ്യാസപരമായിട്ട് എന്താണ് വേണ്ടത്, നാഷണൽ ഹൈവേസ്, ഗ്യാസ് പൈപ്പ് ലൈൻ, അങ്ങനെയുള്ള പല 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 ഒരു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ സ്റ്റേറ്റ് യൂണിയൻ നമ്മുടെ ചീഫ് മിനിസ്റ്ററും കൂടി ചെയ്തിട്ട് അവരുടെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ ചെയ്യുക. പിന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൽ ആരാണ്, അതൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ പറയാം. ഇനി കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഇതിലെ മേഘാലയ ഉണ്ട് കേട്ടോ, അതും ജസ്റ്റ് വായിച്ചാൽ മതി. അതായത് 3 ഗവൺമെന്റിന് തന്നിട്ടുണ്ട്. ഒന്ന് മേഘാലയ, വേറെ ഏതോ ഒരു സ്റ്റേറ്റും കൂടി തന്നിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ഒന്നങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് 3 മനസ്സിലാവും. കേരള ഇതിലുള്ള നിങ്ങളുടെ ബുക്കിലാണ് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഇൻ കേരള. ചീഫ് മിനിസ്റ്ററാണ് നമ്മുടെ പ്ലാനിംഗ് ബോർഡിന്റെ, കേരള ഗവൺമെന്റ് ബോർഡ് ഇതിന്റെ ചെയർമാൻ. രണ്ടാമത് വൈസ് ചെയർമാൻ ഉണ്ട്. പിന്നെ ആരൊക്കെയാണ് മെമ്പർ പ്ലാനിംഗ് ബോർഡിൽ? ഒന്ന് റവന്യൂ ആൻഡ് ഹൗസിംഗ് മിനിസ്റ്റർ. റവന്യൂ മിനിസ്റ്ററും ഹൗസിംഗ് മിനിസ്റ്ററും ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെ വാട്ടർ റിസോഴ്സ്, വെള്ളം, ഓക്കെ, ആ മന്ത്രി ഇതിലെ മെമ്പറാണ്. പിന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ മന്ത്രി ഇതിലെ മെമ്പറാണ്. പിന്നെ പോർട്ട്, മ്യൂസിയം, ആർക്കിയോളജി ഇത് അയാളും മെമ്പറാണ്. ഫൈനാൻസ് മിനിസ്റ്റർ മെമ്പറാണ്. പിന്നെ മിനിസ്റ്റർമാരല്ലാത്ത ആളുകളുണ്ട് ചിലർ, 7 എക്സ്പേർട്ട്. എന്താ പറയുക, പ്ലാനിങ് എന്താണ്, അതിൽ ടെക്നിക്കൽ മാറ്റേഴ്സ് ഉണ്ടാവും, അഗ്രികൾച്ചറൽ, സയന്റിഫിക്, IT, അതിലുള്ള മിടുക്കന്മാരെ. You see, you know that 1 or 2 years back, Kerala, നമ്മുടെ ചീഫ് മിനിസ്റ്റർ നമ്മുടെ ഇതിന്റെ അഡ്വൈസറായിട്ട് ഗീതാ ഗോപിനാഥ് അപ്പോയിന്റ് ചെയ്യുന്നു. നമ്മുടെ യുനെസ്കോ ഇതിന്റെ UN ഇതിന്റെ IMFന്റെ ഗീതാ ഗോപിനാഥ്. അതേമാതിരിയുള്ള വളരെ 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 കഴിവുള്ള ആളുകളെയാണ് ഇതിൽ നമ്മൾ അഡ്വൈസർമാർ ഇതൊക്കെ ആയിട്ട് വെക്കാൻ പാടുള്ളൂ. കാരണം ലോങ് റൺ വലിയൊരു പ്ലാനിങ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ യെസ്,
മെമ്പർ സെക്രട്ടറിയുടേതിന്. അപ്പോൾ ഈ 7 എക്സ്പേർട്സ് ഉണ്ടാവും. പിന്നെ മെമ്പർ സെക്രട്ടറി ഉണ്ട്, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ, അജണ്ട ഉണ്ടാക്കാൻ, മിനിറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ. പിന്നെ പെർമനന്റ് ഇൻവൈറ്റീസ്, അതാത് സ്റ്റേറ്റിന്റെ ചീഫ് സെക്രട്ടറി, കേരള ഗവൺമെന്റിലുണ്ട് അങ്ങനെ തന്നെ. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫൈനാൻസ് അവരൊക്കെ ഉണ്ട്. പിന്നെ മെമ്പർ സെക്രട്ടറി പറഞ്ഞു. പിന്നെ ചീഫ് എക്കണോമിക് അഡ്വൈസർ, നമ്മുടെ ഓരോരോ സ്റ്റേറ്റിലും എക്കണോമിക് അഡ്വൈസർ ഉണ്ട്. പ്രൊജക്ട് പ്ലാനിങ് സെല്ലുണ്ട്. നോക്കൂ, ഈ പ്ലാനിങ്ങില് പല ഇതില് കംപ്രൈസസ് ഓഫ് ടെക്നിക്കൽ ഡിവിഷൻ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഉണ്ട്, ഡിസ്ട്രിക്ട് പ്ലാനിങ്ങിനെ പറ്റിയിട്ടുണ്ട് വിങ്, ലൈബ്രറി ഉണ്ട്. 20,000 പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. മറ്റേതുണ്ട്, പ്ലാനിംഗ് ബോർഡിന്റെ ഇതുണ്ട്, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ 20,000-ഓളം ബുക്കുകൾ ഉണ്ട്. അപ്പൊ അത് വേണം, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതില് അഡ്മിനിസ്ട്രേഷനില് നോക്കൂ, ഡിവിഷൻ ഉണ്ട്, ജോയിന്റ് ഡയറക്ടർ ഉണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട്, ചീഫ് ഓഫ് ഡിവിഷൻ ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, റിസർച്ച് ഓഫീസേഴ്സ് ഉണ്ട്, പിന്നെ റിസർച്ച് അസിസ്റ്റൻസ് ഉണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്. ഇവരൊക്കെ കൂടിയതാണ് ഇതിന്റെ സംഘടന. ഓക്കെ. പിന്നെ ഇനി വേറെ ടെക്നിക്കൽ ഡിവിഷനിലെ ഇതിന്റെ കൂടാതെ ടെക്നിക്കൽ ഡിവിഷൻ നോക്കട്ടെ, ഇല്ല. ടെക്നിക്കൽ ഡിവിഷൻ ഉണ്ട്. ടെക്നിക്കൽ ഡിവിഷനിലെ അഗ്രികൾച്ചറൽ ഡിവിഷൻ, ഓക്കെ, അഗ്രികൾച്ചറൽ ഡിവിഷൻ ഉണ്ട്. ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ ഉണ്ട്, ആൻഡ് സോഷ്യൽ സർവീസ് ഡിവിഷൻ ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഡിവിഷൻ ഉണ്ട് ഇതില്. അതുമാതിരി പെർസ്പെക്റ്റീവ്, അതായത് ലോങ് റൺ പ്ലാനിങ് ഡിവിഷൻ ഉണ്ട് അതില്. ഇതൊക്കെ ടെക്നിക്കലിൽ വരുന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ പല വിധത്തിലുള്ള ചെയ്യുന്ന ടെക്നിക്കൽ മാറ്റേഴ്സ് ഉണ്ടാവില്ലേ. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ടെക്നിക്കലല്ലേ ഇതൊക്കെ പലതും. ലാൻഡ് ഡെവലപ്മെന്റ് മറ്റേ ഇതൊക്കെ പലതും ഇല്ലേ. അപ്പൊ പല ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, IT ഇതൊക്കെ. അപ്പോ കോർഡിനേഷൻ ഡിവിഷൻ വേണം, അതായത് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഡിവിഷൻ വേണ്ടേ. പിന്നെ നമ്മുടെ മിനിസ്ട്രി ഉണ്ട് കേട്ടോ, സെൻട്രലില് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. പിന്നെ എവാലുവേഷൻ ഡിവിഷൻ, എവിടെ വീക്ക്നെസ്, എവിടെ നല്ലത്, എവിടെ ചീത്ത, ടൈമിനാണോ അല്ലയോ എന്ന് എവാലുവേറ്റ് ചെയ്തിട്ട് അതായത് ആളുകളെ, കൺസേൺ ആളുകളെ അറിയിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, അതില് അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ട്, മറ്റേതുണ്ട്. അത് ഞാൻ പറയേണ്ടത് കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ്, പിന്നെ അങ്ങനെ കൊച്ചു സൂപ്രണ്ടന്റ്, പബ്ലിസിറ്റി ഓഫീസേഴ്സ്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസർ ഉണ്ട്, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ലൈബ്രറി ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇല്ലേ, പറഞ്ഞില്ലേ? ഓക്കെ, കേരള സ്റ്റേറ്റ് ലൈബ്രറി ഉണ്ട്. പിന്നെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് മേജർ ഫംഗ്ഷൻ അസസ്മെന്റ് ഓഫ് എക്കണോമിക്, അതായത് നമ്മുടെ മേജർ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് പ്രോഗ്രസ് എന്താണ്. കേരളത്തിന്റെ പ്രോഗ്രസ് കമ്മിയാണ് എങ്കിലും, കാരണം നമ്മുടെ ഫോറിൽ നിന്ന് വരുന്ന പൈസ മാത്രമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കിട്ടുന്ന റവന്യൂ, നമ്മുടെ ശമ്പളത്തിലും പെൻഷനൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഡെവലപ്മെന്റിന് പൈസ നീക്കി വെച്ചിരുന്നത് കമ്മിയാണ്. കാരണം നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ഒന്നിന് ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മുടെ ഫോറിൽ നിന്നുള്ള പണത്തിന്റെ അതല്ലെങ്കിൽ നമ്മുടെ റവന്യൂ കമ്മിയാണ്. അപ്പൊ ഒരു സ്റ്റേറ്റിനും സെൻട്രലിന്റെ അസിസ്റ്റൻസ് ഇല്ലാതെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കിട്ടുന്ന ഇത് വളരെ കമ്മിയാണ്. അത് നമ്മുടെ സാലറി, പെൻഷൻ കൊടുക്കാനും വെൽഫെയർ സ്കീമിനൊക്കെ ഒന്നും കൊടുക്കാൻ ചില സമയത്ത് പൈസ കിട്ടില്ല. കാരണം വെൽഫെയറിനൊക്കെ കണ്ടമാനം പൈസ വേണം. അപ്പോൾ പിന്നെ അതല്ല, ഇവരുടെ സാലറി ഒക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ലോട്ട് ഓഫ് ലയബിലിറ്റി എവറിതിങ് ഇത്. സോ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ, പ്ലാനിങ്, പിന്നെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, അസസ്മെന്റ് ഓഫ് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് നെസസിറ്റി ഓഫ് പ്രിപ്പറേഷൻ എക്കണോമിക്. പിന്നെ വേറൊരു കാര്യം, ബഡ്ജറ്റിന്റെ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പേ എക്കണോമിക് റിവ്യൂ വേണം. അതായത് എന്താണ് ഇപ്പോ ഇന്നത്തെ സ്ഥിതി, എന്താണ് വൈറ്റ് പേപ്പർ, എവിടൊക്കെ നമുക്ക് പൈസ വല്ല ഉണ്ടോ, അതാ ട്രഷറി വല്ല കാശുണ്ടോ, എവിടെ നിന്നെല്ലാം കിട്ടാനുണ്ട്, എത്ര, അതെന്താ അതിന്റെ സ്റ്റാറ്റസ്, എന്തുകൊണ്ട് കിട്ടിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ പലത് അതൊക്കെ ഈ എക്കണോമിക് റിവ്യൂല് വരണം, ബഡ്ജറ്റിന് മുമ്പേ വരണം. അതനുസരിച്ച് ബഡ്ജറ്റ് ഉണ്ടാക്കണം. ഇവിടെ സെറ്റ് ബാക്ക് ഉണ്ടെങ്കിൽ അത് ബഡ്ജറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലൊക്കെ ബഡ്ജറ്റ് പ്രസന്റേഷന് മുമ്പേ ഒരു എക്കണോമിക് റിവ്യൂ വരും. തലേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പേ വരും. ഇന്ത്യയുടെ പൊതുവെ ഡിഫൻസ് സെക്ടർ ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് സെക്ടർ ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇതായിക്കോട്ടെ, സെക്ടർ ആയിക്കോട്ടെ, ബാങ്കിങ് മേഖല ആയിക്കോട്ടെ, എല്ലാം പ്രസന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് വരും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിൽ അമെന്റ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ എക്കണോമിക് റിവ്യൂ ഈസ് എ വെരി എസെൻഷ്യൽ. പിന്നെ ഫോർമുലേഷൻ ഓഫ് പ്ലാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്. ഇപ്പൊ നമുക്ക് ഫോർമുലേഷൻ പ്ലാൻ എങ്ങനെ? ഇപ്പൊ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് മെട്രോ, ഈവൻ ഡൽഹി മെട്രോ. ആദ്യം ഇത്ര കിലോമീറ്റർ,
അത് കഴിഞ്ഞ് ഇത്ര കിലോമീറ്റർ, അത് കഴിഞ്ഞ് ഇത്ര കിലോമീറ്റർ. ഇപ്പൊ 4 സ്റ്റേറ്റ് കൂടെ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, അതാണ് ഫോർമുലേഷൻ പ്ലാൻ. മേജർ ഫംഗ്ഷൻ ഓഫ് ദ ബോർഡ്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് എക്കണോമിക് റിവ്യൂ, ഫോർമുലേഷൻ ഓഫ് പ്ലാൻസ്, അണ്ടർടേക്കിംഗ് സ്റ്റഡീസ്, നമ്മൾ ഓരോരോ സ്റ്റഡീസ് അണ്ടർടേക്കിംഗ് ചെയ്യണം. പിന്നെ ബോഡീസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമുലേഷൻ ഓഫ് ദ പ്ലാൻ. ഇൻ ദിസ് റിഗാർഡ് അവൈലബിൾ സോഴ്സസ് അസസ്ഡ് ടു ദി സൈസ് ഓഫ് ദ പ്ലാൻ. ചില പ്ലാനിന്റെ സൈസ് നോക്കണം. അതായത് വലിയ വലിയ ഇപ്പൊ നമ്മുടെ സിൽവർ ലൈൻ വലിയ പ്ലാനാണത്. അത് ഇവിടെ നിന്നെല്ലാം പൈസ കിട്ടുമോ? അതൊക്കെ നമ്മൾ വളരെ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് മാറ്ററാണത്. അപ്പൊ പ്ലാൻ അങ്ങനെ ഇരിക്കണം. അത്രത്തോളം ബുദ്ധിമുട്ടുള്ള പ്ലാനാണത്. എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അത് ഇത് ലോട്ട് ഓഫ് ഓബ്ലിഗേഷൻസ് ആണ്. മനസ്സിലായില്ലേ? ഇവരുടെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, ലാൻഡിന്റെ, അങ്ങനെയൊക്കെ പലതും ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള പൈസയൊക്കെ എവിടെ നിന്ന് സംഭരിക്കും? എത്ര ഇൻട്രസ്റ്റ്, എങ്ങനെ എത്ര വർഷത്തിനുള്ളിൽ തീർക്കും? നമുക്ക് വല്ല റവന്യൂ കിട്ടുമോ? കാരണം ഇത് വയബിൾ ആവൂ എന്നുള്ള കാരണം എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ നോക്കുക. അതൊക്കെയാണ് പ്ലാനിങ്. മനസ്സിലായില്ലേ? പിന്നെ ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് കേരള സ്റ്റേറ്റ് yes, okay, planning board has contributed effectively as an advisory board. ഇവര് പല അഡ്വൈസും കൊടുക്കും. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ആണ് തീരുമാനം. കാരണം എല്ലാം ഇവരുടെ അഡ്വൈസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എയർപോർട്ട് വേണം പറഞ്ഞാൽ പെട്ടെന്നാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേമാതിരി ലാൻഡ്, അതൊക്കെ പല വിധത്തിലുള്ള ഇതുണ്ട്. ഇനി വേറൊരു കാര്യം, പിന്നെ അടുത്തത് വരുന്നത് ഓരോരോ സ്റ്റേറ്റിന്റെ, തമിഴ്നാടുവിന്റെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്താണ്, മേഘാലയയുടെ, അത് വായിച്ചാൽ മതി കേട്ടോ. ഇതേമാതിരി തന്നെയാണ് എല്ലാം. ചിലപ്പോൾ സ്വല്പം മാറ്റുള്ളൂ അതിന്റെ കേട്ടോ. അതൊന്ന് മാറ്റി ഇത് ചെയ്താൽ മതി. പിന്നെ ഡെപ്യൂട്ടി, ഇതിൽ ഓരോരോ ചെയർപേഴ്സൺ, മേജർ ഫങ്ഷൻസ് ഒക്കെ ഓരോ സ്റ്റേറ്റിൽ ഓരോരോ വിധമാണ് കേട്ടോ. അല്പം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് പേടിക്കണ്ട. ത്രൂ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എപ്പോഴും ചീഫ് മിനിസ്റ്റർ ആയിരിക്കും എല്ലാ സ്റ്റേറ്റിലും കേട്ടോ. ചെയർപേഴ്സൺ ഇതാണ് ഇതില്. പിന്നെ നിതി ആയോഗിനെ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിതി ആയോഗ് നമ്മുടെ പണ്ടത്തെ പ്ലാനിംഗ് കമ്മീഷനാണ്. നിതി ആയോഗ് പിന്നെ സെൻട്രൽ ഗവൺമെന്റിലെ ഇത് ചെയ്യുന്നതാണ്. പിന്നെ it has been state government priority on all these things. Now here another thing is that now performance of state planning board in selected states, അത് ആൾറെഡി പറഞ്ഞു. മേഘാലയ, തമിഴ്നാടിന്റെ ഒക്കെ ഇതിലുണ്ട്. ഇനി ആ രണ്ടെണ്ണം വായിച്ചാൽ മതി. മേഘാലയയും തമിഴ്നാടും ഉണ്ട്, സെയിം ആണ്, കേരളത്തിന്റെ അതേ പ്രകാരമാണ്. അത് വായിച്ചാൽ മതി. ഇനി കൺക്ലൂഷൻ. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്സ് ആർ മെയിൻലി കൺസേൺഡ് വിത്ത് ബ്രോഡ് എക്കണോമിക് പോളിസീസ്. ശ്രദ്ധിക്കണം. കാരണം എക്കണോമിക് പോളിസി എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, വേറെ ഏതെല്ലാം വിധത്തിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യണോ, എങ്ങനെ നമ്മുടെ വെൽഫെയർ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യണം, ഇതൊക്കെ പോളിസി പെർസ്പെക്റ്റീവ്. അതായത് 2 കൊല്ലത്തിന്റെ ഉള്ളിൽ 3 കൊല്ലത്തിന്റെ ഉള്ളിൽ 5 കൊല്ലത്തിന്റെ ഉള്ളിൽ അതൊക്കെ എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. മനസ്സിലായില്ലേ? അതായത് 2 കൊല്ലത്തിനുള്ള എന്താ ചെയ്യേണ്ടത്, 3 കൊല്ലത്തിനുള്ള എന്താ ചെയ്യേണ്ടത്, 5 കൊല്ലത്തിനുള്ള എന്താ ചെയ്യുക, അങ്ങനെ പെർസ്പെക്റ്റീവ് പ്ലാനിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ. അടുത്ത്, ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് if the state planning board functions properly with the backing of the state government, it can contribute effectively. അപ്പോൾ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ നമ്മുടെ ഗവൺമെന്റ് വളരെയധികം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ പെർസ്പെക്റ്റീവ് പ്ലാൻസിന് ഗവൺമെന്റിനോട് ഇത് ചെയ്തിട്ടാണ് ഓരോ പ്ലാനും ചെയ്യാൻ പാടൂ കേട്ടോ, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസൈൻ, പ്രിയോറിറ്റി, പാറ്റേൺസ് ഫോർ എ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് എ സ്റ്റേറ്റ്, ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി, അതായത് നമ്മുടെ ചീഫ് മിനിസ്റ്ററോടും ഇവരോടൊക്കെ കൺസൾട്ട് ചെയ്ത് വേണം നമ്മൾ പ്ലാനിങ് ചെയ്യാൻ. ഓക്കെ. ഇനി യെസ്, പാറ്റേൺ ഫോർ ഇറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് എഫക്റ്റീവ്ലി ഇൻ ഡ്രോയിങ് എ പെർസ്പെക്റ്റീവ് പ്ലാൻസ് ഇൻ വേരിയസ് സെക്ടേഴ്സ്. എല്ലാ എത്രയോ സെക്ടർ ഉണ്ട്. അതെല്ലാം ഓരോ സെക്ടർ എന്തെല്ലാം ഡെവലപ്മെന്റ് വേണോ അതെല്ലാം നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ പ്രോഗ്രസ് നമ്മൾ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ചെയ്യണം. അങ്ങനെയാണ് സ്റ്റേറ്റ് വികസിക്കൂ. See, there are certain prosperous states in the country. There are certain poor states also in the country. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡെവലപ്പ് ചെയ്യണം. അടുത്തത് ലാസ്റ്റ് ക്ലോസ്, ദി ജോയിന്റ് എഫേർട്സ് ഓഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, administrators and citizens can facilitate to match the desired goals, okay, and through effective planning and efficient role of the state planning board. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് അറിയോ? പൊളിറ്റിക്കൽ ലീഡേഴ്സ് സെൽഫിഷ് ഇത് മാറ്റിവെച്ച് രാജ്യ പുരോഗതിക്കും സ്റ്റേറ്റിന്റെ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കണം.
അവരുടെ പോക്കറ്റിൽ മാത്രം ടോപ്പർ. പിന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ന്യൂട്രൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ അതുമാതിരി സിറ്റിസൺ അവരവരുടെ ഡ്യൂട്ടി മറക്കരുത്, അതും നമ്മൾ പാലിക്കണം കംപ്ലീറ്റ് അത്. അപ്പോൾ എഫക്റ്റീവ് പ്ലാനിങ് ഒരു എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എക്സിക്യൂട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.